ഇന്ന് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ കുറച്ച് കാറ്റ്ലികൾ വന്നിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്ലവറും ഉണ്ടല്ലോ, നല്ല ഹെൽത്തി പ്ലാന്റ് ഒരു ഒന്നാന്തരം പ്ലാന്റാണ്. എടുത്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ല സൂപ്പറാണ്. 10 ഐറ്റം കളറുകളുണ്ട്. പ്ലാന്റുകൾ കണ്ടില്ലേ. പിന്നെ കാറ്റ്ലിയ മിനിയേച്ചറിൽ പെട്ട കാറ്റ്ലികളാണ്, അതുകൊണ്ട് ഫ്ലവർ ലാസ്റ്റ് ചെയ്യും. വലിയ ഫ്ലവറിൻ്റെ പ്ലാന്റുകളാണ്, വലിയ ഫ്ലവറാണ് ലാസ്റ്റ് ചെയ്യാതെ ഇരിക്കുക. അതൊരു ആഴ്ച അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യുക 15 ദിവസം അത്രയൊക്കെയുള്ള വലിയ ഫ്ലവറുകൾ ലാസ്റ്റ് ചെയ്യുക. പക്ഷേ മിനിയേച്ചറിൻ്റെ പ്രത്യേകത സാധാരണ ഒരു മാസം, ചിലപ്പോൾ അതിൽ കൂടുതൽ അത്രയൊക്കെ ലാസ്റ്റ് ചെയ്യും. പിന്നെ മിനിയേച്ചറൊക്കെ ആകുമ്പോൾ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ചെയ്യും. ഉണ്ടല്ലേ, ഒക്കെ നല്ല ബ്ലൂമിങ് സ്റ്റേജായ നല്ല അടിപൊളി പ്ലാന്റുകളാണ്. പിന്നെ കാറ്റ്ലിയൻ്റെ പോട്ടിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ഓർക്കിഡും ഒരുപോലെ തന്നെയാണ് പോട്ട് ചെയ്യുക. കാറ്റ്ലിയ എന്ന് എഴുതിയിട്ട് പ്രത്യേകതയൊന്നുമില്ല. വെള്ളത്തിലിടുക. അപ്പോൾ ഇത് നല്ല ടൈറ്റ് ചെയ്തിട്ട് കണ്ടില്ല, ചെറിയ ചട്ടിയിലല്ല ഇപ്പോൾ ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് ചട്ടിക്ക് പ്രത്യേകതയൊന്നുമില്ല. എത്രയും ചെറിയ ചട്ടിയാണ്, അതാണ് ഏറ്റവും നല്ലത് ഓർക്കിഡിന്. കണ്ടില്ലേ, തായ്ലാൻഡിൽ നിന്ന് വരുന്ന പ്ലാന്റുകളെ ചട്ടിയാണിത്. ഇതിൽ ഇത്രയും വലിയ ബുഷിയായ പ്ലാന്റാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി കുറച്ച് ലാവശ്യമായിട്ട് നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ ആക്കി ഒന്നും കൂടി വേറെ കൂടി നന്നായിരിക്കട്ടെ എന്ന് എഴുതിയിട്ട് നമ്മൾ മാറ്റുമ്പോൾ ഇത് വെള്ളത്തിലിട്ടിട്ട് ഒന്നുകൊണ്ട് വലിച്ചെടുത്താൽ ഈ ചെറിയ ചട്ടിയിൽ നിന്ന് ഈ പ്ലാന്റിന് വലിച്ചെടുത്താൽ മതി. അപ്പം അത് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഇങ്ങോട്ട് പോരും. എന്നിട്ട് നല്ല ചട്ടിയിൽ ഏതിലരിച്ചാൽ നിങ്ങൾ കുറച്ച് വലിയ ചട്ടിയാണെങ്കിൽ ഈ മീഡിയം ഒന്നും നിങ്ങൾ എടുത്ത് മാറ്റരുത് കേട്ടില്ല. മീഡിയം ഒക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് വലിയ ബ്ലൂമിങ് ആയ പ്ലാന്റ് ആകുമ്പോൾ ബ്ലൂമിങ് ആകാനും പിന്നെ എന്താണ് പ്ലാന്റ് എങ്ങനെ ആവുമെന്ന് അറിയില്ല. ചിലപ്പോൾ മഞ്ഞ കളർ വരാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. എനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്നില്ല. പിന്നെ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ എല്ലാ ഓർക്കിഡും ഒരുപോലെ തന്നെയാണ് വളം കൊടുക്കേണ്ടത്. പ്രത്യേകതയൊന്നുമില്ല, ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ലീഫിൻ്റെ അടിയിലേക്കാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊക്കെ ഇപ്പോൾ ബ്ലൂമിങ് ആയ പ്ലാന്റുകളാണ്, അപ്പോൾ അത് കൂടുതലും പൂക്കാനില്ല വളങ്ങൾ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തണുപ്പ് വേണ്ട പ്ലാന്റാണ് കാറ്റ്ലിയ പറഞ്ഞാൽ. പിന്നെ അത്യാവശ്യം ചൂട് എന്തായാലും കിട്ടണം. ഏത് പ്ലാന്റ് ആണെങ്കിലും ഏത് ഓർക്കിഡോ എന്താണെങ്കിലും നമുക്ക് സൂര്യപ്രകാശം കുറച്ച് കിട്ടാതെ ഒന്നും പൂക്കില്ല. അപ്പോൾ കാലാവസ്ഥ ശരിയായാൽ ഏത് ഓർക്കിഡും ഫ്ലവർ വരും. എല്ലാം മനസ്സിലായില്ലേ? അപ്പോൾ എത്രയും വേഗങ്ങൾ ഓർഡർ ചെയ്തോളൂ. നല്ല സൂപ്പർ പ്ലാന്റുമാണ്, നല്ല ഭംഗിയുള്ള ഫ്ലവറുമാണ്, സെലക്റ്റീവായിട്ടുള്ള ഫ്ലവറാണ്. കാറ്റ്ലിയ എന്നൊക്കെ പറഞ്ഞ ഫ്ലവർ ഫലനോപ്സിസം പോലെ ഒരു ഒന്നാന്തരം ഫ്ലവറായിരിക്കും. നല്ല ഭംഗിയുള്ള, നിങ്ങൾ കണ്ടിട്ടില്ലേ, നമുക്ക് ഓർക്കിഡിൻ്റെ രാജ്ഞികൾ എന്ന് തന്നെ പറയാം കാറ്റ്ലിയൻ്റെ ഫ്ലവറൊക്കെ. പിന്നെ കാറ്റ്ലിയ ഒന്നും അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്ന പ്ലാന്റുകളല്ല, ഉണ്ടല്ലേ. അപ്പോൾ വേഗം ഓർഡർ ചെയ്തോളൂ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. കോൺടാക്റ്റ് നമ്പർ ഇതിൽ കൊടുക്കും. പിന്നെ നമ്മളെ ഫാം ടൗണിലാണ്, പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ. ഇതിൽ കോൺടാക്റ്റ് നമ്പർ ഉണ്ട്, ചോദിച്ചാൽ മതി. ഞങ്ങൾ ഫാം മാറിയത് നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് തന്നെ എടുത്തു പോകാവുന്ന നല്ല ടൗണിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന സ്ഥലത്താണ്. ജാംജൂമ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളൊന്ന് പറയുകയാണ്. അപ്പോൾ വേഗം കോൺടാക്റ്റ് ചെയ്തോളൂ.